ഇന്നത്തെ ഇവിടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിയേ. എന്നോട് അവിടെ നിന്ന് ചേട്ടന്മാര് മയക്കും പിടിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു നെഗറ്റീവ് പറയാനൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അതായത് അവിടെ നിന്ന് റിവ്യൂവേഴ്സ് വന്നിട്ട് ഈ പയ്യനോട് പറയുകയാണ് നിങ്ങൾ നെഗറ്റീവ്സ് മാത്രമേ പറയാൻ പാടുള്ളൂ. ആ ചാനലിൽ വന്നേക്കുന്ന എല്ലാ റിവ്യൂവേഴ്സും, അതായത് അന്ന് നെഗറ്റീവ് പറഞ്ഞേക്കുന്ന എല്ലാം പറഞ്ഞു പറയിപ്പിച്ചേക്കുവാണ്. മനഃപൂർവ്വം ഒരു സിനിമയെ തകർക്കുമെന്ന ലക്ഷ്യത്തോടെ തന്നെ പറയിപ്പിച്ചേക്കുവാണ്. നമ്മുടെ പടത്തിനെ പറ്റി അങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെയോ ഭയക്കുന്നുണ്ടെന്ന് തന്നെ നമ്മുടെ സമ്മതി വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഈ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സിനിമ, അതായത് ഡെർബി എന്ന് പറയുന്ന അതിമാരകമായ മലയാള സിനിമയുടെ പൊളിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് നെഗറ്റീവ് പറയുകയും കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾക്കാരെ ഒരു നല്ല സിനിമയെ തകർക്കാനായിട്ട് ശ്രമം നടത്തി തകർക്കുന്നു എന്നാണ് ഇതിൻ്റെ അകത്ത് ഈ സിനിമയുടെ എഡിറ്റർ എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തി ഇരുന്ന് പറയുന്നത്. ഈ പടം ഞാൻ ഈ പടം കണ്ടു തീർക്കാനായിട്ട് ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ കണ്ടു തീർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പടം എഴുതിയ ആള് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത ആള് എന്ത് സാധനം അടിച്ചിട്ടിരുന്നാണ് എഡിറ്റ് ചെയ്തതെന്ന് എഴുതിയതെന്നോ എനിക്ക് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല. കുറേ ഒരു ബന്ധവുമില്ലാത്ത സീനുകളൊക്കെ ഈ പടത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. നമുക്ക് തുടക്കത്തിലേ തുടങ്ങാം. ഇതൊരു സ്പോയിലർ ചെയ്യാനൊന്നും ഇല്ല സംഭവം. എന്നാലും നാല് കൂട്ടുകാർ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല, വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. 4 കൂട്ടുകാർ ഒരു ടിപ്പിക്കൽ കോളേജ് സ്റ്റോറിയിലേക്ക് ചെല്ലുന്നു ഫസ്റ്റ് ഇയർ ആയിട്ട്. അവിടെ സെക്കൻഡ് ഇയേഴ്സിൻ്റെയും തേർഡ് ഇയേഴ്സിൻ്റെയും ഗ്യാങ് ഫോമാണ്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ഗ്യാങ് ആവുന്നു. സെക്കൻഡ് ഇയേഴ്സായിട്ട് പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലാറ്ററൽ എൻട്രി പോലത്തെ സ്കീമിൽ ആർട്സ് കോളേജിൽ ആൾക്കാർ വരുന്നു സെക്കൻഡ് ഡിഗ്രി എടുക്കാനായിട്ട്. ഇവർ തേർഡ് ഇയർ ആയി കഴിയുമ്പോഴത്തേനും ഇവരെ സെക്കൻഡ് ഇയേഴ്സ് ആയിട്ട് പ്രശ്നം. ഇവരുടെ സെക്കൻഡ് ഇയേഴ്സ് അല്ലേ, ഇവർ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ടേ പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി പോയവർ കോളേജിൽ വന്ന് അടി ഉണ്ടാക്കുന്നു. പിന്നെ ഇതിൻ്റെ നായകന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്, വളരെയധികം പ്രത്യേകത ഉണ്ട്. ഈ നായകന്മാർ ഒരേ സെറ്റ് ഓഫ് വില്ലന്മാരോട് എൻ്റെ ഊഹത്തിൽ ഈ പടത്തിന് 4 തവണ അടി കൂടും. 4 തവണ അടി കൂടുമ്പോഴും 2 തവണ നായകന്മാരങ്ങ് തോറ്റു കൊടുക്കും, 2 തവണ നായകന്മാർ വിജയിക്കും. അതിൻ്റെ അകത്ത് നായകന്മാർ വിജയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടി കാണാനായിട്ട് 10-15 പേരുള്ള സമയങ്ങളിൽ മാത്രമേ നായകന്മാർ വിജയിക്കുള്ളൂ. അല്ലാണ്ട് അടി കാണാൻ ആൾ കുറവാണെങ്കിൽ ഇവർ വിജയിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇവർ അടിച്ചിടന്നിട്ട് ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അടിച്ചിടാൻ. ഈ നായകന്മാരില്ലാത്ത സമയം, കാണാൻ ആൾക്കാരില്ലാത്ത സമയത്താണെങ്കിലും വില്ലന്മാരും വില്ലന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം തോന്നുന്ന ടൈപ്പിലുള്ള വില്ലന്മാരാണ് ഇതിൻ്റെ അകത്ത്. സാഗർ സൂര്യ വില്ലനായിട്ട് വന്നേക്കുന്ന സംഭവം അടിപൊളിയാണ്. പക്ഷെ പുള്ളിക്കൊന്നും പറ്റിയൊരു ക്യാരക്ടർ അല്ല അത്. നല്ല ഊള ക്യാരക്ടറാണ് കൊടുത്തേക്കുന്നത്. ഒരു കാര്യമില്ലാണ്ട് കോളേജിൽ വരുന്നു, അടി ഉണ്ടാക്കുന്നു, പോകുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ കാണാനില്ലാത്ത സമയത്ത് വില്ലന്മാരിൽ നിന്ന് നായകന്മാരെ തലയടിച്ച് പൊളിക്കുകയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പടം നിങ്ങൾ ജീവിതത്തിൽ ഒരു 2.5 മണിക്കൂർ വേസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എനിക്ക് എന്താ ഈ പടത്തെക്കുറിച്ച് പറയണമെന്നറിയില്ല. ഈ പടം തന്നെയല്ലേ ഇതുപോലത്തെ പടങ്ങൾ ബേസിക്കലി. ഇതിൻ്റെ അത് ആക്ട് ചെയ്തേക്കുന്ന ആൾക്കാർ ബേസിക്കലി ആക്ടേഴ്സിന് പ്രത്യേകിച്ച് ഞാനൊന്നും പറയില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാവരും പുതുമുഖതാരങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും കിട്ടിയേക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് അവർ നന്നായിട്ട് ആക്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആക്ട് ചെയ്യണമെങ്കിൽ പോലും നല്ലൊരു കഥ വേണം. നല്ലൊരു കഥ വെച്ചിട്ട് തോന്നി എന്തെടുത്ത് വെക്കുകയല്ല, എന്തെങ്കിലുമൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബേസ് ഉള്ളൊരു സ്റ്റോറി ലൈനെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പടം മര്യാദയ്ക്ക് എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് കോമഡി ആയിരിക്കണം, ഡാർക്ക് ഹ്യൂമർ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം വേണം. ഇത് വെറുതെ ഒരു 2-2.5 മണിക്കൂറിന് ഒരു സിനിമ എടുക്കുക, ഒരു കാര്യമില്ലാണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഊള പടങ്ങൾ എടുത്ത് വെച്ചിട്ട് ഈ പടം എങ്ങാനും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നല്ല കടുത്ത നെഗറ്റീവ് റിവ്യൂ തന്നെ അവിടെ ആരെങ്കിലും വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. ആരും പോയി തിയേറ്ററിൽ തലവെക്കരുതെന്നുള്ള രീതിയിൽ. കാരണം അതുപോലത്തെ മോശം പടമാണ് ഇതൊക്കെ. ഈ പടമൊക്കെ തിയേറ്ററിൽ പോയി പൈസ കൊടുത്ത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. സോങ്സ് എന്നൊക്കെ പറഞ്ഞ് എടുത്തു വെച്ചേക്കുന്നതാണെങ്കിൽ മറ്റേ പഴയ 90കളിലെ കോളേജ് സിനിമകളൊക്കെ ഒരിടയ്ക്ക് ട്രെൻഡായിരുന്നല്ലോ, നമ്മൾ തമ്മിൽ. പിന്നെ അങ്ങനത്തെ കുറേ കോളേജ് സിനിമകളുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ ഉള്ള സമയത്തെ എൻ്റെ ഒരു ഊഹത്തിൽ ആ ഒരു സെയിം തീമിൽ തന്നെ എടുത്തു വെച്ചേക്കുന്ന ഒരു കോളേജ് സ്റ്റോറി. കാലം മാറിയതും മറ്റേ ആൾക്കാരുടെ കാണുന്ന പ്രേക്ഷകരുടെ ടേസ്റ്റ് മാറിയതൊന്നും
ഈ പടം പിടിച്ചേക്കുന്ന ആൾക്കാർ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പടമാണ് ഡർബി. ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലിടുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് കാര്യങ്ങൾ കമൻറ്റിലിടുക. ഈ പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വെറുതെ കളയാൻ 2.5 മണിക്കൂറുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ണടച്ച് പടം കണ്ടു. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്ത് പണിയെടുത്താലും ഇതിനെക്കാട്ടിലും വളരെ 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 യൂസ്ഫുൾ ആയിരിക്കും അത്. So this is Jovin John signing off from Johnson Talks. Bye bye.